എല്ലാവർക്കും നമസ്കാരം. സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. KCBയിൽ ഇലക്ട്രിസിറ്റി വർക്കർ അഥവാ മസ്ദൂർ തസ്തികയിലേക്ക് ഇനി നടക്കാൻ പോകുന്ന നിയമനങ്ങൾ എങ്ങനെയായിരിക്കും, അതുപോലെ തന്നെ ഈ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ അടിസ്ഥാന യോഗ്യത എന്തായിരിക്കും എന്നുള്ളത് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു വാർത്ത ഞാൻ നേരത്തെ ഷെയർ ചെയ്തിരുന്നു. ആ വാർത്തയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ള ഓർഡർ, അതായത് ബോർഡ് ഓർഡറാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? അതായത് ഇനി അങ്ങോട്ട് ഇലക്ട്രിസിറ്റി വർക്കർ അഥവാ മസ്ദൂർ എന്ന തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കണമെങ്കിൽ ആ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുടെ യോഗ്യത എന്ന് പറയുന്നത് അവർ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതിനോടൊപ്പം തന്നെ 2 വർഷത്തെ ഇലക്ട്രീഷ്യനോ വയർമാനോ ട്രേഡിലുള്ള ITI സർട്ടിഫിക്കറ്റും അവർക്കുണ്ടായിരിക്കണം. മറ്റ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഇതിൻ്റെ വേക്കൻസിയെക്കുറിച്ചും ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ഈ വീഡിയോയിൽ ആ ഓർഡറിനെ ആസ്പദമാക്കി ഞാൻ പറയുന്നുണ്ടാവും. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഈ ഓർഡർ നോക്കാം. ഇത് KCBയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഇതെന്ന് പറയുന്നത് നോക്കുക, ബോർഡ് ഓർഡർ നമ്പർ 740/2025. അതുപോലെ തന്നെ ഡേറ്റ് എന്ന് പറയുന്നത് 7/11/2025 ആണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? അമെൻഡ്മെന്റ് ഇൻ ക്വാളിഫിക്കേഷൻ ആസ് വെൽ ആസ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഇലക്ട്രിസിറ്റി വർക്കർ. അതായത് ഒരു ഇലക്ട്രിസിറ്റി വർക്കർ അല്ലെങ്കിൽ മസ്ദൂർ എന്ന തസ്തികയിൽ ഉള്ള ആ തസ്തികയ്ക്കുള്ള ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിനും വന്നിരിക്കുന്ന അമെൻഡ്മെന്റ്, അതായത് ചേഞ്ചസ് ആണ് ഈ ഓർഡറിൽ പറയുന്നത്. അപ്പോൾ ഇതിന്റെ പ്രസക്ത ഭാഗങ്ങൾ മാത്രമേ ഞാനിവിടെ കാണിക്കുന്നുള്ളൂ. നോക്കുക, ഇതിൽ പറഞ്ഞിരിക്കുന്ന പുതിയ ഈ അമെൻഡ്മെന്റ് പ്രകാരം റിസോൾവ് ടു അമെൻഡ് ദി ക്വാളിഫിക്കേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി വർക്കർ ബർ മസ്ദൂർ ആസ് ഷോൺ ബിലോ. അതായത് ഇതായിരിക്കും പുതിയ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. നേരത്തെയുള്ള ക്വാളിഫിക്കേഷൻ ഇവിടെ പറയുന്നില്ല, കാരണം അത് ഇപ്പോൾ പ്രസക്തമല്ല. അപ്പോൾ പുതിയ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കും, അല്ലെങ്കിൽ ഈ ക്വാളിഫിക്കേഷൻ മീറ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, ഈ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആദ്യം തന്നെ എന്താണ്? എ പാസ് ഇൻ SSLC ഓർ ഈക്വലന്റ്. അപ്പോൾ SSLC നിങ്ങൾ 10ാം ക്ലാസ്സോ അതിന് തുല്യമായിട്ടുള്ളതോ നിങ്ങൾ പാസ്സായിരിക്കണം. ഇനി രണ്ടാമത്തെ ആൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, കാരണം ഇത് മാത്രം പോരാ, അതിന്റെ ഒപ്പം എന്ത് വേണം? അതാണ് ഇവിടെ ആൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഗവൺമെന്റ് അപ്രൂവ്ഡ് 2-year നാഷണൽ ഓർ സ്റ്റേറ്റ് ട്രേഡ് സർട്ടിഫിക്കറ്റ് NTC അല്ലെങ്കിൽ STC സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രീഷ്യൻ ഓർ വയർമാൻ. ഇലക്ട്രീഷ്യനോ വയർമാനിലോ ഉള്ള 2 വർഷത്തിൽ കുറയാത്ത സർട്ടിഫിക്കറ്റ്, അതായത് ട്രേഡ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇനി അതിനോടൊപ്പം തന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ്, ശാരീരിക മാനദണ്ഡങ്ങളുണ്ട്. മിനിമം ഹൈറ്റ് മെയിൽ കാൻഡിഡേറ്റ്സിന്. അതുപോലെ തന്നെ ഒരു കാര്യം, ഈ പോസ്റ്റിലേക്ക് ഇനി വനിതകൾക്കും സ്ത്രീകൾക്കും എന്ത് ചെയ്യാം, ഈ പോസ്റ്റിലേക്ക് ഇനി അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അവരുടെ അതിൽ തന്നെയുള്ള ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ്, അതായത് ശാരീരിക മാനദണ്ഡങ്ങൾ എങ്ങനെയാണ്? മെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 150.48 സെന്റിമീറ്ററോ അതിന് മുകളിലോ, അത് മിനിമം ഹൈറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഫോർ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 144.78 സെന്റിമീറ്റർ, അതോ അതിന് മുകളിലോ ആയിരിക്കണം. പിന്നെ വിഷൻ എന്ന് പറയുന്നത്, കാഴ്ചയിൽ നിങ്ങൾക്ക് കളർ ബ്ലൈൻഡ് ആവാൻ പാടില്ല, കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ മസ്റ്റ് ബി ഫിസിക്കലി ഫിറ്റ് ഫോർ അത് ഔട്ട്ഡോർ വർക്ക്സ്. ഇത്രയാണ് പറഞ്ഞിരിക്കുന്ന മെയിൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇനി ഈ നോട്ടീസ് അല്ലെങ്കിൽ ഈ ഓർഡർ പ്രകാരം രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫർദർ റിസോൾവ് ടു അമെൻഡ് ദി ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഇലക്ട്രിസിറ്റി വർക്കർ ബാർ മസ്ദൂർ ആസ് ഷോൺ ബിലോ. അതായത് ഇലക്ട്രിസിറ്റി വർക്കറിന്റെയും അല്ലെങ്കിൽ മസ്ദൂറിന്റെയും ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസും അമെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമുക്കിനി അടുത്ത മൂന്നാമതായി പറഞ്ഞിരിക്കുന്നത്. എന്താണ്? സി. എന്താണ്? ഫർദർ റിസോൾവ് ടു റിപ്പോർട്ട് ദ വേക്കൻസീസ് ഓഫ് ഇലക്ട്രിസിറ്റി വർക്കർ ടു കേരള PSC. അതായത് ഇപ്പോൾ നിലവിലുള്ള വേക്കൻസീസ്, അതായത് ഒഴിവുകളെ, ഇലക്ട്രിസിറ്റി വർക്കർ മസ്ദൂർ തസ്തികയിലുള്ള ഒഴിവുകളെ PSCക്ക് റിപ്പോർട്ട് ചെയ്യാൻ ബോർഡ് യോഗം കൂടി തീരുമാനിച്ചു കഴിഞ്ഞു. അതായത് ഈ യോഗ്യത ഉള്ളവരെ സംബന്ധിച്ചോളം കിട്ടാവുന്നതിൽ ഏറ്റവും സന്തോഷമുള്ള വാർത്തയാണ്. കാരണം എന്താ? ഈ തസ്തികയിലേക്കുള്ള വേക്കൻസീസ് PSCക്ക് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ PSC എന്ത് ചെയ്യും? നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കും. അതായത് ഈ യോഗ്യത മീറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് പഠിച്ചു തുടങ്ങാനും ഒരു ജോലി സ്വപ്നം കണ്ടു തുടങ്ങാനും ഉള്ള സമയമായി കഴിഞ്ഞു. എത്രയും നേരത്തെ തന്നെ ഈ അവസരം മനസ്സിലാക്കി പഠിച്ചു തുടങ്ങുക. ഏതൊരു തസ്തികയിലാണെങ്കിലും കേരള PSCയുടെ ടെക്നിക്കൽ എക്സാംസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കോമ്പറ്റീഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ നേരത്തെ പഠിച്ചു തുടങ്ങുന്നവർ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക, ഈ അവസരം മനസ്സിലാക്കുക. ഈ അവസരം മുൻകൂട്ടി കണ്ട് നിങ്ങൾ എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടതെന്നൊക്കെ ഒരു ഹോംവർക്ക് നടത്തി ഈ പരീക്ഷയ്ക്ക് വേണ്ടി ഏറ്റവും നേരത്തെ തന്നെ എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. നേരത്തെ ഞാൻ ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി ഞാനിവിടെ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കുക, നേരത്തെ ക്വാളിഫിക്കേഷൻ എന്തോ ആയിക്കോട്ടെ, ഇനി ഈ പറയുന്ന ഇലക്ട്രിസിറ്റി വർക്കർ ബാർ മസ്ദൂർ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ 10ാം ക്ലാസ്സും ഒപ്പം 2 വർഷത്തെ ITI കോഴ്സ് കംപ്ലീറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ITI സർട്ടിഫിക്കറ്റ്, ട്രേഡ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതായത് ഇലക്ട്രീഷ്യനോ വയർമാനോ ട്രേഡിലുള്ള ITI സർട്ടിഫിക്കറ്റ്
സർട്ടിഫിക്കറ്റ് ആയിരിക്കണം നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. ഒപ്പം ബാക്കിയുള്ള ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം ഈ വേക്കൻസീസിന്റെ റിപ്പോർട്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. നമുക്ക് ബാക്കി ഡീറ്റെയിൽസ്, അതായത് എത്ര വേക്കൻസി ഉണ്ടാവും, നോട്ടിഫിക്കേഷൻ എപ്പോഴായിരിക്കും വരിക, ബാക്കി ഏജ് ലിമിറ്റ് എന്താണ്, ഈ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഒഫീഷ്യൽ ആയിട്ടൊരു ഇൻഫർമേഷൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അതുവരെ നിങ്ങൾ ക്ഷമിക്കുക. പക്ഷേ അത് വരുന്ന അത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മുടെ ചാനലിൽ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അറിയാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നേരത്തെ പഠിച്ചു തുടങ്ങണമെന്നുള്ളവർക്ക് നമ്മൾ ഈ ഒരു തസ്തികയിലേക്ക്, അതായത് ഇലക്ട്രിസിറ്റി വർക്കർ ബാർ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി വർക്കർ ബാർ മസ്ദൂർ എന്നുള്ള തസ്തികയിലേക്കുള്ള എക്സ്ക്ലൂസീവ് കോഴ്സ് നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ഇനി വരാൻ പോകുന്ന IT ലെവൽ എക്സാംസിനെല്ലാം കൂടി കമ്പൈൻഡ് ആയിട്ട് നേരത്തെ കൂട്ടി പഠിക്കണമെന്നുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാം, ITA 365 ഇലക്ട്രിക്കൽ ബാച്ച് എന്നുള്ള കോഴ്സിലേക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ, ഈ അവസരം നിങ്ങൾ മനസ്സിലാക്കുക. ഈ പറഞ്ഞിരിക്കുന്ന അവസരം, അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞ ഈ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ബോർഡ് യോഗം. അത് നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അവസരമാണ്, നിങ്ങൾക്കുള്ള അവസരമാണത്. അപ്പോൾ ആ അവസരം നേരത്തെ കൂട്ടി മനസ്സിലാക്കി പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്.